ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഈസി ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. തീർച്ചയായും റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവാതിരിക്കില്ല. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഞങ്ങളെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ ക്ലീൻ ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ബൗളിലേക്ക് നന്നായിട്ട് പഴുത്ത 4 ചെറുപഴം എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ബൗളിലേക്ക് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു മാഷർ എടുത്തിട്ടുണ്ട്. മാഷറോ തവിയോ ഫോർക്കോ സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് പഴം ഒന്ന് മാഷ് ചെയ്തെടുക്കുക. പഴം ഈ ഒരു രീതിയിലൊന്ന് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു മീഡിയം സൈസ് നന്നായിട്ട് പഴുത്ത മാങ്ങ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതാണ്. ഇതിനായിട്ട് നിങ്ങൾ ഏത് ഫ്രൂട്ട് എടുക്കുകയാണെങ്കിലും പുളിയൊന്നും ഇല്ലാത്ത നന്നായിട്ട് പഴുത്ത മധുരമുള്ള ഫ്രൂട്ട് തന്നെ നോക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക. മാങ്ങ നമുക്ക് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി വീണ്ടും ജസ്റ്റ് ഒന്ന് മൊത്തത്തിൽ മാഷ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ മാങ്ങ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ 2 കളറ് മുന്തിരി എടുത്തിട്ടുണ്ട്. ബ്ലാക്കും എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഗ്രീനും എടുത്തിട്ടുണ്ട്. ഇത് കൂടി ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു വലിയ ഓറഞ്ച് അതിൻ്റെ സീഡൊക്കെ റിമൂവ് ചെയ്ത് അതിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്തിട്ട്, എന്നാലും ഇത്തിരിയൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഓറഞ്ച് എടുക്കുമ്പോൾ എന്തായാലും ഇത്തിരിയൊക്കെ സ്കിന്ന് പെടും. ഒരു വലിയ ഓറഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഇതുകൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഓറഞ്ചൊക്കെ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പുളി ഇല്ലാത്ത മധുരമുള്ളത് മാത്രം എടുക്കുക. പിന്നെ ഇതിലേക്ക് ഇത്ര ഫ്രൂട്ട്സ് മാത്രമല്ല കേട്ടോ. പേരക്കയാണെങ്കിലും അതുപോലെ തന്നെ ആപ്പിൾ ആണെങ്കിലും, ആപ്പിൾ എൻ്റെ കയ്യിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അതാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാഞ്ഞത്. പൈനാപ്പിൾ, നല്ല മധുരമുള്ള പൈനാപ്പിൾ ഉണ്ടെങ്കിൽ പൈനാപ്പിൾ, ഫ്രൂട്ട് മധുരമുള്ള ടൈപ്പ് ഏത് ഫ്രൂട്ടും നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇന്ന ഫ്രൂട്ട് തന്നെ ആഡ് ചെയ്ത് കൊടുക്കണമെന്നില്ല, ഇത്ര തന്നെ എന്നില്ല. നിങ്ങളെ താല്പര്യത്തിനനുസരിച്ച് എത്രയാണോ ക്വാണ്ടിറ്റി കൂടുതലാക്കാവുന്നതാണ്. അതിനനുസരിച്ച് ഫ്രൂട്ട്സും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ നിങ്ങൾക്ക് ഞങ്ങളെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. തീർച്ചയായും റിപ്ലൈ തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഞങ്ങളെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ലൈക്ക് ചെയ്യുന്ന കാര്യം മറക്കണ്ട കേട്ടോ. ഇപ്പം ഇവയൊക്കെ ആഡ് ചെയ്ത് കൊടുത്തല്ലോ, വീണ്ടും ഒന്ന് മാഷ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു മീഡിയം സൈസ് അനാർ എടുത്തിട്ടുണ്ട്. ഇതുകൂടി ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അനാർ നമ്മൾ എടുക്കുമ്പോഴും നന്നായിട്ട് കളറുള്ള ടൈപ്പും നല്ല മധുരമുള്ള ടൈപ്പ് അനാർ എടുക്കാൻ ശ്രദ്ധിക്കുക. ചില അനാറിനൊന്നും അത്രമാത്രം മധുരം ഉണ്ടാവില്ല, നല്ല കളറും ഉണ്ടാവില്ല. കളറാകുമ്പോൾ നമുക്ക് കാണാനൊക്കെ, ഇത് റെഡിയാക്കി കഴിയുമ്പോൾ കാണാനൊക്കെ നല്ല ഭംഗിയായിരിക്കും. മധുരമുള്ളതാകുമ്പോഴാണല്ലോ നമുക്ക് എന്തും കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ വീണ്ടും പറയുകയാണ്, പുളിപ്പില്ലാത്തതും മധുരമുള്ളതുമായ ഫ്രൂട്ട് തന്നെ ഇതിനായിട്ട് എടുക്കുക. ഇനി ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ കസ്കസ്, 1/2 കപ്പ് വെള്ളത്തിൽ 10 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചതാണ്. 10 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് സോക്കായി വരും കേട്ടോ. ഇതുകൂടി നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നമ്മളിവിടെ 1/2 കപ്പ് അളവിൽ നന്നാറി സിറപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഷുഗറല്ല ആഡ് ചെയ്ത് കൊടുക്കുന്നത്, നന്നാറി സിറപ്പാണ്. ഇത് നമുക്ക് വീട്ടിലും റെഡിയാക്കി എടുക്കാൻ പറ്റും. പുറത്ത് ഷോപ്പിൽ നിന്നും വാങ്ങാൻ കിട്ടും, സൂപ്പർ മാർക്കറ്റിലും അതുപോലെ നമ്മളെ പുറത്തുള്ള അടുത്തുള്ള കടകളിലൊക്കെ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ വീട്ടിൽ റെഡിയാക്കിയതാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യുക, അല്ല നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിയതാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യുക. ഞാനിപ്പം 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നാലും പറയുകയാണ്, മധുരമൊക്കെ നിങ്ങളെ താല്പര്യം പോലെ കൂടുതലോ കുറവോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് നന്നാറി സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നന്നാറി സിറപ്പ് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. തിക്നെസ്സൊക്കെ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഇത്ര തന്നെ തിക്നെസ് വേണ്ടെന്നാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തണുത്ത വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ
ഞാൻ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഈ ഒരു തിക്നെസ്സിലാണ് എടുക്കുന്നത്. പറയാൻ കാരണം ഫ്രൂട്ട്സ് എന്നൊക്കെ എന്തായാലും ഇത്തിരി കഴിയുമ്പോൾ വെള്ളം വരും കേട്ടോ. അത് നമ്മൾ ഫ്രൂട്ട് സലാഡിലും എന്തിൽ നമ്മൾ ഫ്രൂട്ട് കസ്റ്റാർഡിലൊക്കെ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. കുറച്ച് കഴിയുമ്പോൾ അതൊന്ന് കട്ടി കുറഞ്ഞ് വരും, ഒന്ന് ലൂസായിട്ട് വരും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഫ്രൂട്ട്സിൽ നിന്ന് വെള്ളം വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ നന്നായിട്ട് തണുത്ത വെള്ളം അല്ലെങ്കിൽ ഐസ് ക്യൂബ്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചിട്ടാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അല്ലാതെ നമ്മൾ ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഇപ്പോൾ ഇത്ര കട്ടി ഉണ്ടെങ്കിൽ തന്നെ ഇത്തിരി കഴിയുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ലൂസായിട്ട് വരും കേട്ടോ. പറഞ്ഞല്ലോ ഫ്രൂട്ട്സിൽ നിന്നൊക്കെ വെള്ളം എന്തായാലും വരും, അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു തിക്നെസ്സിലാണ് ഇതിപ്പോൾ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഫ്രൂട്ട് സർബത്താണ് കേട്ടോ. തിരുവനന്തപുരം ഭാഗത്തൊക്കെ ഒരുപാട് അങ്ങോട്ട് എല്ലാ ഭാഗത്തുമുള്ള ഒരുപാട് പേര് കേട്ട ഫ്രൂട്ട് സർബത്താണ് നമ്മൾ റെഡിയാക്കിയിട്ടുള്ളത്. ഇത് അറിയുന്നവരുണ്ടാവാം, എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകുന്ന അടിപൊളി റെസിപ്പി തന്നെയാണ്. കണ്ടല്ലോ, കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഫ്രൂട്ട്സ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മധുരമുള്ള ഫ്രൂട്ട്സ് ഏതും നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് അളവിൽ നിലക്കടല എടുത്തിട്ടുണ്ട്. കപ്പലണ്ടി, പീനട്ട് എന്നൊക്കെ പറയുമല്ലോ, അത് തന്നെയാണ് എടുത്തിട്ടുള്ളത്. റോസ്റ്റഡ് ആണ്. ഇത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ നമ്മൾ നിലക്കടല ആഡ് ചെയ്ത് കൊടുത്തല്ലോ, ഇതിന് പകരം നിങ്ങൾക്ക് കാഷ്നട്ടും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതൊക്കെ നിങ്ങൾ താല്പര്യം പോലെ ചേഞ്ചസ് വരുത്താവുന്നതാണ്. അല്ലെങ്കിൽ രണ്ടും മിക്സ് ആയിട്ട് എടുത്തിട്ട് അങ്ങനെയും ആഡ് ചെയ്ത് കൊടുക്കുക. എങ്ങനെ വന്നാലും നിങ്ങൾ നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ട് തന്നെ കഴിക്കുക കേട്ടോ. അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. തണുപ്പ് പറ്റാത്തവർക്ക് മാത്രം തണുപ്പിക്കാതെ യൂസ് ചെയ്യുക. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. സെർവ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. ഇപ്പോൾ നമ്മളിവിടെ സെർവ് ചെയ്യാനായിട്ട് ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, നമ്മുടെ അടിപൊളി ഫ്രൂട്ട് സർബത്ത് നമ്മളിവിടെ സെർവ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സമ്മറിലാണെങ്കിലും നോമ്പ് കാലത്താണെങ്കിലും നമുക്ക് കുടിക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് തന്നെയാണ് ഇത്. നമ്മൾ സ്പൂണ് വെച്ചിട്ട് അങ്ങനെ കോരി കഴിക്കുകയാണ് ഏറ്റവും. നമുക്കങ്ങനെ പെട്ടെന്ന് കുടിക്കാൻ കഴിയില്ല, ഇത്രയും തിക്കായിട്ട് ഫ്രൂട്ട്സൊക്കെ ഉള്ളത് കാരണം സ്പൂണ് വെച്ചിട്ട് അങ്ങനെ കോരി കഴിച്ചാൽ മതി. എന്ത് തന്നെയാണെങ്കിലും കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും, ശരീരത്തിന് നല്ല കൂൾ തന്നെ ആയിരിക്കും. ഇത്രയും കടുത്ത ചൂടിൽ നമുക്ക് ഇതൊക്കെ കഴിക്കുന്നത് നല്ലത് തന്നെയാണ്. കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും. ഇപ്പം ഇഫ്താറിനാണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരുന്ന ടൈമിലാണെങ്കിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും. ഫ്രൂട്ട്സ് കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ ഇങ്ങനെ കൊടുത്താൽ അവരെന്തായാലും കഴിക്കും. ഫ്രൂട്ട്സൊക്കെ നിങ്ങളെ കയ്യിലുള്ളതുപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഫ്രൂട്ട്സും ഉണ്ടെങ്കിൽ മൊത്തത്തിൽ മിക്സ് ചെയ്തിട്ട് റെഡിയാക്കി എടുക്കുക. അല്ലെങ്കിൽ നിങ്ങളെ കയ്യിൽ ഏത് ഫ്രൂട്ട്സാണോ ഉള്ളത് അത് വെച്ചിട്ടും ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ ഒരുപാട് ഫ്രൂട്ട്സൊക്കെ വേണമല്ലോ എന്നുള്ളത് ചിന്തിക്കേണ്ട. കയ്യിലുള്ള ഫ്രൂട്ട്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ആകെ ഞാൻ പറഞ്ഞ പോലെ തന്നെ വീണ്ടും പറയുകയാണ്, മധുരമുള്ള ഫ്രൂട്ട്സ് എടുക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ കഴിക്കുമ്പോൾ ഒട്ടും തന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല. ആ കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിൾ റെസിപ്പിയാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഹെൽത്തി റെസിപ്പിയാണ്. അപ്പോൾ ഇഫ്താർ പാർട്ടികൾക്കാണെങ്കിലും വീട്ടിൽ ഇഫ്താറിനൊക്കെ ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ പെട്ടെന്നൊരു ഗസ്റ്റ് വരികയാണെങ്കിൽ ഈ സമ്മറിലൊക്കെ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ചിലവർക്കൊന്നും മിൽക്ക് ഷേക്ക് അതുപോലെ പാൽ ആഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർക്കൊക്കെ എന്തുകൊണ്ടും ഇത് ഇഷ്ടമാവാതിരിക്കില്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ പറയുന്നത് മാത്രമല്ല, അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. കുടിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല കൂളായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഞങ്ങളെ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻറ്റ്സ് അറിയിക്കുക. ഒരുപാട് റെസിപ്പീസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ കണ്ട് അതിൻ്റെ കൂടി ഒന്ന് കമൻറ്റ്സ് അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോകരുത്. റെസിപ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്, റിപ്ലൈ തരുന്നതായിരിക്കും. ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന നല്ല റെസിപ്പിയായി വീണ്ടും നിങ്ങൾ മുന്നിലെത്താം. താങ്ക് യു.